പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. ഇപ്പം പ്രോഗ്രാം കണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ വാക്കുകൾ കിട്ടില്ല, അത്ര മനോഹരമായിരുന്നു. ഞാനൊരു സ്റ്റേജ് പെർഫോമറാണ്. സിനിമയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടം. ഒരു ക്രൗഡിനെ മുഴുവൻ പിടിച്ചിരുത്തുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കണ്ണ് ചിമ്മാതെ ഒരു പ്രോഗ്രാം മുഴുവൻ കണ്ടിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആദ്യം പറയേണ്ടത് അതാണ്. അത്ഭുതത്തോടു കൂടി തുടക്കം മുതൽ അവസാനം വരെ സമയം ഏകദേശം 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു 10 നിമിഷം കൊണ്ട് കഴിഞ്ഞു പോയോ എന്നുള്ള രീതിയിലായിരുന്നു. ഫാൻറ്റാസ്റ്റിക്. ആരും മിസ് ചെയ്യാൻ പാടില്ല. ഇത് മാജിക് ആണോ, അത്ഭുതമാണോ, ദൈവികതയാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട പ്രോഗ്രാമാണ്. ആദി എന്ന് പറയുന്ന ഇത്രയും മഹത്തായ അല്ലെങ്കിൽ ഒരു മികച്ച കലാകാരൻ നമുക്കുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഡോണ്ട് മിസ് ഇറ്റ്, പ്ലീസ് പ്ലീസ് വാച്ച് ഇറ്റ്. താങ്ക് യു. ഋഷിയോട് പറയണം, ഋഷി ഞാൻ മെന്റലിസ്റ്റ് ആദ്യത്തെ ഷോ കണ്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെക്കുറിച്ച് നമ്മൾ റെഗുലറായിട്ട് പറയുന്നൊരു കാര്യമാണ് ദർ ഇസ് സം മാജിക് ഇൻ ഇറ്റ് എന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ ശരിക്ക് സത്യമാക്കുകയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം മാജിക് ആണ് എല്ലാം. അത് ലൈഫിൽ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഒരു പ്രോപ്പർ മാജിക് നമ്മൾ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റൈലിലുള്ളൊരു പ്രസൻറ്റേഷൻ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഓരോ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഗംഭീരമായിട്ടുള്ളൊരു ആർട്ട് ഫോമിൻ്റെ എവല്യൂഷൻ എല്ലാം എനിക്കിതിൽ കാണാൻ പറ്റി. നിങ്ങളിത് കാണാൻ വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പ് പറയാം, ഇത് നിങ്ങളെ അമ്പരിപ്പിക്കും. നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോയി എല്ലാവരോടും പറയും ഇതെന്തായാലും പോയി കാണണം എന്നുള്ളത്. കൂടുതൽ പറഞ്ഞതിൻ്റെ ഭംഗി കളയുന്നില്ല. ശരിക്ക് ഇത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. ഇറ്റ്സ് ആക്ച്വലി മാജിക്. 28-ന് വരാൻ നോക്കൂ. എൻ്റെ 16 അല്ല 28-ാം തീയതി വരാൻ നോക്കൂ. അപ്പോഴും ഷോ ഉണ്ട് അടുത്ത ഞായറാഴ്ച ഇതേ സ്ഥലത്ത്. ആവും, ഉറപ്പായിട്ടും ആവും. അതാണല്ലോ ശീലം.